നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ എന്താണെങ്കിലും വരാൻ പോകുന്ന ആഴ്ച നല്ല ഇടിവെട്ട് പണി തന്നെയാണ് വൈജയ്ക്ക് കിട്ടുന്നത്. വൈജയുടെ അഹങ്കാരം തീരുവാണ്. ഇത്രയും കാലം വൈജയന്തിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ വീട്ടുകാർ വരും, ബന്ധുക്കാർ വരും എന്നൊക്കെ. അതിനെല്ലാം വൈജയന്തിയുടെ അഹങ്കാരം തീർത്ത് കണക്കിന് നല്ല 8ന്റെ പണി തന്നെ ബാലേന്ദ്രൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ദിവസം കാണാൻ പോകുന്നത്. ഇന്നൊക്കെ നമ്മൾ ഉച്ചയ്ക്കത്തെ വിശേഷത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒടുവില് നല്ല പണി തന്നെ രോഹിത്തിനിട്ട് കൊടുത്തു. കാരണം രോഹിത്തിന്റെ അഹങ്കാരത്തിനിട്ട് അവന്റെ കാരണം തീർത്താണ് ബാലേന്ദ്രൻ പൊട്ടിക്കുന്നത്. അലീന ഉണ്ടാക്കിയ ആഹാരം കൃഷ്ണമോള് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ആഹാരമൊക്കെ തട്ടി എറിഞ്ഞു കളഞ്ഞപ്പം ഒട്ടും സഹിച്ചില്ല ബാലേന്ദ്രൻ വന്ന് അവന്റെ കാരണം തീർത്ത് പൊട്ടിച്ചിട്ട് പോയി. വൈജയന്തിക്ക് കട്ടക്കലിപ്പായിട്ട് വൈജയന്തി എന്ത് ചെയ്തു? അലീനയെ പോയി വെല്ലുവിളിച്ചു. നിന്നെ ഞാൻ കാണിച്ചാരാടി, നിനക്ക് ഞാൻ ആരാന്ന് അറിയത്തില്ല, വൈജയന്തി ആരാന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ എങ്കിൽ അലീനയ്ക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു. സ്വന്തം പെറ്റമ്മയാ പറയണേ, പക്ഷെ തനിക്ക് ആ സത്യം വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതിൻ്റെതായ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അലീന ആഹാരമൊന്നും കഴിച്ചില്ല. ബാലേന്ദ്രനുള്ള ആഹാരമായിട്ട് മുറിയിലേക്ക് കയറി ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല നീ കഴിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറഞ്ഞു, ഇല്ല ഞാൻ കഴിച്ചോളാം. എങ്കിൽ ഇവിടെ ഇരിക്കാൻ പറയണ. അച്ഛൻ കഴിച്ചോളാൻ പറയണ, ഇവിടെ ഇരിക്കുക, ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അലീന അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ എന്ത് ചെയ്തു? അവൾക്ക് ചോറ് ഉരുളയായിട്ട് ഉരുട്ടി അവൾക്ക് വാരി കൊടുക്കണം. അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. ഒരച്ഛൻ്റെ സ്നേഹം. കാരണം ഒരച്ഛൻ ആദ്യമായിട്ടാണ് മകൾക്കിങ്ങനെ, അതെ മകൾക്കെന്ന് പറഞ്ഞാൽ തനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ചോറ് വാരി ഉരുട്ടി തരുന്നത്. ഒരച്ഛൻ്റെ സ്നേഹം എന്തെന്ന് അനുഭവിച്ചറിയുമായിരുന്നു അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും അലീന ആദ്യം ഒന്ന് വിസമ്മതിച്ചു മേടിക്കാനായിട്ട്. പിന്നീട് പറഞ്ഞു, അതെ നിന്റെ അച്ഛനാ ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അലീനയ്ക്ക് വാരി കൊടുക്കുകയാണ്. ആ സമയം അലീനയുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്താന്ന് ചോദിക്കാം. ആദ്യമായിട്ടാ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാരി കഴിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക്, ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഇങ്ങനൊരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇനി എനിക്ക് മരിച്ചാലും മതി. കാരണം അത്രയ്ക്ക് സന്തോഷം നിറഞ്ഞൊരു നിമിഷം അത്. ഇത്ര സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ ഒരു നിമിഷം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഇനി എന്തൊക്കെ അനുഭവിച്ചറിയാതിരിക്കുന്നു, ഒരച്ഛൻ്റെ സ്നേഹം എന്തെന്ന് നീ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ അലീനയോട് പറഞ്ഞു. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ബാലേന്ദ്രൻ അറിയാം അലീനയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്, വൈജയന്തി നന്നായിട്ട് കുത്തി നോവിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ പോയി ആഹാരം എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ വാരിത്തരാന്ന് പറയണ. വേണ്ടച്ചാ, അച്ഛൻ കഴിച്ചോ, ഞാൻ പോയി കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. കാരണം വൈജ പറഞ്ഞതിൻ്റെ സങ്കടത്തിൽ അലീന കഴിക്കാതിരിക്കുമെന്ന് ബാലേന്ദ്രൻ നന്നായിട്ടറിയാം. അലീനയുടെ സ്വഭാവം ഏറെക്കുറെ ഇപ്പം ബാലേന്ദ്രൻ അറിയാം എങ്ങനെയാ ഏതൊക്കെയാന്നുള്ള കാര്യം. അങ്ങനെ അലീന സന്തോഷത്തോടു കൂടിയിട്ടാണ് താഴേക്ക് ഇറങ്ങി പോകുന്നത്. വൈജയന്തി പറഞ്ഞ് ചീത്തകളൊക്കെ അലീനയുടെ മനസ്സിൽ നിന്ന് അപ്പം തന്നെ മാഞ്ഞു പോയായിരുന്നു. ആ ബാലേന്ദ്രൻ്റെ ആ ഒരു സ്നേഹത്തിന് മുന്നിൽ, ആ ഒരു ചോറിൻ്റെ മുന്നിൽ അലീന എല്ലാം മറന്നുപോയി. കാരണം അലീനയ്ക്ക് സ്വർഗം കിട്ടിയ മാതിരിയുടെ സന്തോഷമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുകയാണ്. ഇപ്പം ആണെങ്കിലും മുത്തശ്ശിയും കൂടെ പോയി കഴിഞ്ഞപ്പം അലീനയെ വിളിക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് രേവതിക്കുട്ടി വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ അലീനയെ വിളിച്ച് ഫോൺ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതേ രേവതിക്കുട്ടിയെ വിളിക്കണേന്ന് പറഞ്ഞു. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അലീന ഫോണും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി സംസാരിക്കുകയാണ്. ഈ സമയം രേവതിക്കുട്ടി ചോദിച്ചു, എങ്ങനെയുണ്ട് അലീന ചേച്ചി അവിടെ? ചേച്ചി എന്നിട്ട് എന്തൊക്കെയുണ്ട്? കാരണം നല്ല ടെൻഷനുണ്ട് രേവതിക്കുട്ടിക്ക്. ആ സമയം അലീന പറഞ്ഞു, എനിക്കിവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അതെ ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ എന്നെ ദത്തെടുത്തെന്ന് പറയണം. ദത്തെടുത്തെന്നോ? അതെ, ഇപ്പം ഞാനേ ഇവിടുത്തെ അച്ഛൻ്റെ മകളാ, ബാലേന്ദ്രൻ സാറിൻ്റെ മകളാന്ന് പറയണം. ഇപ്പം സാറേന്ന് എങ്ങാനും വിളിക്കുന്നതായിട്ട് അച്ഛൻ എന്നെ ചീത്ത പറയും. അച്ഛാന്ന് വിളിച്ചേക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്നെ മകളായിട്ട് അംഗീകരിച്ചെന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ. അത് മാത്രമല്ല, അംഗീകരിക്കുക മാത്രമല്ല, ഇപ്പം എന്നെ മകളെപ്പോലെയാണ് കാണുന്നേ. ഇവിടെ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഒക്കെ എത്രമാത്രം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ അതേ സ്വാതന്ത്ര്യം തന്നെ എനിക്ക് തന്നിരിക്കുന്നത്. അല്ല അപ്പം അവിടുത്തെ മാഡത്തിന് കുഴപ്പമൊന്നുമില്ലേ? ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നോട് അതൊന്നും കാര്യമാക്കണ്ട, ഗൗനിക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കാര്യമാക്കാൻ പോണില്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊക്കെ അച്ഛൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ കൃഷ്ണമോൾ എന്നെ ചേച്ചിയായിട്ടാണ് കാണുന്നത്, ബാക്കി രണ്ടുപേരുടെ കാര്യം അറിയാമല്ലോ. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ ചേച്ചിക്ക് ഇനി വേറൊന്നും വേണ്ടല്ലോ. അതെ ചേച്ചി മകളായിട്ട് അംഗീകരിച്ചല്ലോ, പിന്നെ കൃഷ്ണൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട. അല്ല ഇനിയിപ്പോൾ ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി. എന്ത് പ്രശ്നം? എനിക്കിപ്പോൾ ഇവിടെ സ്വർഗവാ, ഞാനിതൊന്നും പ്രതീക്ഷയല്ല ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. പക്ഷെ ദൈവം എനിക്കായിട്ട് വെച്ച് നീട്ടിയത് ഒരു അച്ഛനെ, അമ്മയെ അന്വേഷിച്ച് വന്നെങ്കിലും എനിക്ക് ദൈവം തന്നെ എൻ്റെ അച്ഛനെയാന്ന് പറയണം. അത് പറഞ്ഞു കഴിഞ്ഞപ്പം അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രേവതിക്കുട്ടി പറഞ്ഞു, ഇപ്പം എനിക്ക് സന്തോഷമായി, ഞാൻ നല്ല പേടിയോടുകൂടിയാണ് വിളിച്ചത്. പിന്നീട്
മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു അതൊക്കെ ശരിയാവുന്നേ, കുറച്ചാൾ കഴിയുമ്പം കണ്ടു സ്വന്തം പെറ്റമ്മ തന്നെ ചേച്ചിനെ തിരിച്ചറിയും, അങ്ങനെ ഒരു ദിവസം വരും, ചേച്ചി കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞ് അലീനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. രേവതിക്കുട്ടിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു, ഒരച്ഛനെ കിട്ടിയില്ലേ, അത്രയ്ക്ക് ഒരു സന്തോഷം. കാരണം ഓർഫനേജ് വളർന്നവർക്ക് അതിൻ്റെ വിഷമമുള്ളൂ, വിഷമം അറിയത്തുള്ളൂ, അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ വിഷമം എന്താന്ന്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പോഴേക്കും ഗ്രേസമ്മയും മാമച്ചനും അങ്ങോട്ട് വന്നു. ഗ്രേസമ്മ എന്നിട്ട് ചോദിച്ചു എന്താടി എന്ത് പറ്റി, നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് എന്താന്ന് ചോദിക്കുക. അതെ, ഞാൻ അലീന ചേച്ചിയുടെ കാര്യം ഓർത്താ. അതെന്താ അലീന ചേച്ചിക്ക് ഇത്ര പ്രത്യേകിച്ച് വിശേഷം എന്താ? അതെ, ഞാനിപ്പോൾ അലീന ചേച്ചിയെ വിളിച്ചായിരുന്നു. അലീന ചേച്ചിയെ ആ ബാലേന്ദ്ര സാർ ദത്തെടുത്തെന്ന്. ദത്തെടുത്തെന്നോ? അതെ, മകളായിട്ട് അംഗീകരിച്ചെന്ന്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? മകളായിട്ട് അംഗീകരിച്ചു, എല്ലാവരോടും പറയുകയും ചെയ്തു. അതിൻ്റെ ദേഷ്യത്തിലാണ് മാടെന്ന്. പിന്നെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ചേച്ചിക്ക് കൊടുത്തെന്ന്. സാറിന് കാര്യങ്ങളൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാമച്ചന് ഗ്രേസമ്മ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണം. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു എന്തൊരു ഭാഗ്യമുണ്ട്, നല്ലൊരു ഭാഗ്യമുണ്ട് ചേച്ചിക്ക്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ജീവിതത്തിൽ ചേച്ചിക്ക് ഒരച്ഛനെയും അമ്മയും കിട്ടിയില്ലേ, അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരച്ഛൻ്റെ സ്നേഹം ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അച്ഛാന്നാണ് വിളിക്കണ പോലും. അത് പറഞ്ഞപ്പോൾ രേവതിക്കുട്ടി കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഗ്രേസമ്മ വെച്ചു അതിനെന്തിനാ നിന്റെ കണ്ണ് നിറയുന്നേ? അല്ല, എനിക്ക് അങ്ങനെ വിളിക്കാനായിട്ട് ആരുമില്ലല്ലോ, അച്ഛാന്നോ അമ്മയെന്നോ വിളിക്കാനായിട്ട് ആരുമില്ലല്ലോ, എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ വെച്ചു നിനക്ക് സങ്കടമുണ്ടോ അതിൽ? ആ സമയം രേവതിക്കുട്ടി ഒന്നും മിണ്ടിയില്ല. എനിക്കറിയാം നിന്റെ മനസ്സിൻ്റെ വിഷമം എന്താന്ന്. ഒരു കാര്യം ചെയ്യുക, അച്ഛാന്ന് വിളിക്കാൻ ആരും ഇല്ലാത്തതിൻ്റെ വിഷമമല്ലേ? ദേ നീ മാമച്ചാനെ അച്ഛാന്ന് വിളിച്ചോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി അന്താളിപ്പോട് കൂടിയിട്ട് ഗ്രേസമ്മേനെ ഇങ്ങനെ നോക്കുവാണ്. എന്താ ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? എടി നീ മാമച്ചാനെ അച്ഛാന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഗ്രേസമ്മേനെ ഒന്ന് നോക്കി രേവതിക്കുട്ടി. അതിനുശേഷം മാമച്ചാനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് ചോദിച്ചു ഞാൻ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മാമച്ചനിങ്ങനെ തല കുലുക്കുവാണ്. രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിക്കുട്ടി അച്ഛാന്നും വിളിച്ചോണ്ട് മാമച്ചനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. കാരണം അങ്കിളെന്നൊക്കെ വിളിച്ച് എപ്പോഴും ഇങ്ങനെ തമാശ പറയുമെങ്കിലും പക്ഷെ അച്ഛാന്നുള്ള വിളി അങ്ങനെയല്ലല്ലോ. അതുപോലെ തന്നെ ഗ്രേസം പറഞ്ഞു നിനക്കിനി അമ്മയെന്ന് വിളിക്കാൻ ആരുമില്ലെങ്കിൽ നീ എന്നെ അമ്മയെന്ന് വിളിച്ചോ, ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയും ആയിക്കോളാന്ന് പറയാണ്. രേവതിക്കുട്ടിക്ക് ഇതിൽ പലരും സന്തോഷമില്ല. ലോട്ടറി അടിച്ച പോലെ രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. അല്ലെങ്കിലും അവൾ അവളുടെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് അവരെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു മകളെ പോലെയാണ് അവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ രേവതിക്കുട്ടിക്ക് അഡ്മിഷനൊക്കെ എടുത്ത് കോളേജിൽ പഠിപ്പിക്കാൻ പോലും വിട്ടിരിക്കുന്നത്. അവരുടെ ഒരു മകൻ മരിച്ചുപോയി. പക്ഷെ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് രേവതിക്കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ അവർ ദത്തെടുത്ത പോലെ തന്നെയാണ് എല്ലാ ഫ്രീഡവും കൊടുത്ത് രേവതിക്കുട്ടിയെ അവർ കൊണ്ടു നടക്കുന്നത് പോലും. അതേസമയം വൈജയന്തിക്ക് നല്ല ദേഷ്യമായിരുന്നു. രോഹിത്തിനെ ബാലേന്ദ്രനെ അടിച്ചൊന്നും ഇഷ്ടപ്പെട്ടില്ല. വൈജയന്തി അപ്പം തന്നെ രാജീവിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാര്യം നോക്കാനും എന്നെ ശ്രദ്ധിക്കാനും നിൽക്കാർക്ക് സമയമില്ലല്ലോ. അത് കേട്ടപ്പോൾ രാജീവ് പറഞ്ഞു ഇപ്പം പുതിയ എന്താ പ്രശ്നം? ഒന്നും പറയണ്ട ഇവിടെ. ബാലേന്ദ്രൻ രോഹിത്തിനെ അടിച്ച കാര്യമൊക്കെ പറയണം. അവളെ ദത്തുപുത്രിയെടുത്ത് അങ്ങ് പരിഗണിച്ചതിന് ശേഷം എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. അതൊക്കെ പറഞ്ഞ് വൈജയന്തി കുറേ പരിഭവങ്ങൾ പറയാണ് രാജീവനോട്. ഒടുവിൽ രാജീവൻ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കുക, എന്താ വേണ്ടതെന്ന് ഞാൻ നോക്കാം, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ശിവേണ്ണൻ കൂടെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത ഉടനെ രാജീവൻ ശിവശങ്കരനെ വിളിക്കുകയാണ്. ശിവശങ്കരനെ വിളിച്ചിട്ട് പറഞ്ഞു അതേട്ടാ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, വൈജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ ആങ്ങളമാരാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 2-3 തടിമാടന്മാരുണ്ടായിട്ട് കാര്യമില്ല. ഗംഗേണ്ണനെ വിളിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. ഗംഗേണ്ണൻ എന്താണെങ്കിലും ബാലേന്ദ്രനൊപ്പം നിൽക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ശിവേട്ടൻ ദുബായിൽ നിന്ന് വാ, ഞാനിവിടെ സിംഗപ്പൂരിൽ നിന്നും വരാം, നമുക്ക് കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അലീന എന്ന് പറയുന്ന പെണ്ണിനെ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടണം. ഇനി അവളെ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു നീ എന്താന്ന് വെച്ചാൽ, അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു നീ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോ, ഞാൻ വന്നേക്കാം, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ പോയേക്കാന്ന് പറയാണ്. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ വൈജയന്തിലെ ആങ്ങളമാർ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അപ്പം അവർ മാത്രമല്ല ബന്ധുക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് വൈജയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നീ പേടിക്കേണ്ട വൈജയ്, അടുത്ത ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ വരുന്നുണ്ട്. പിന്നെ കൈതക്കലും മാളി വീട്ടിലെ ബന്ധുബലം ചെറുതൊന്നും അല്ലെന്ന് നിനക്കറിയാലോ. എല്ലാവരോടും ഞങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അമ്മാവന്മാരോടും എല്ലാവരോടും. അവരൊക്കെ വരും, ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. വൈജയന്തിക്ക് സ്വർഗം പിടിച്ചടക്കിയ സന്തോഷം. തൻ്റെ ബന്ധുബലം കണ്ടിട്ട് അവളൊന്നും ഞെട്ടിപ്പോവും. കാണട്ടെ
ബാലേന്ദ്രനും അവളൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാം എന്നൊരു ചിന്തയായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. അങ്ങനെ അന്ന് വൈകുന്നേരം വൈജയന്തി ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ അവിടെ അലീന നിൽക്കുന്നുണ്ടായിരുന്നു. അലീനോട് പറഞ്ഞു, എടീ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോവാ ഞാനല്ല, എൻ്റെ ബന്ധുക്കാരൊക്കെ വരുന്നുണ്ട്. എൻ്റെ ബന്ധുബലം നീ കാണാൻ പോകുന്നുള്ളൂ. എൻ്റെ ആങ്ങളമാരും വരുന്നുണ്ട്. നാളത്തോട് കൂടിയിട്ട് നിന്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചടി. കാണിച്ചുതരാം നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കുന്നത് എങ്ങനെയാന്ന്. ഈ വൈജി ആരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. അതൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അലീന നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അച്ഛാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാഡം, എന്താ എങ്ങനെയാണെന്നും എനിക്കറിയില്ല എന്ന് പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് പേടിയുണ്ടോ? അല്ല, അത് പിന്നെ ഞാൻ കാരണം അച്ഛനൊരു പ്രശ്നം ഉണ്ടാവില്ല. അച്ഛന് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല. എനിക്കന്ന് മാത്രമേ ഉള്ളൂ. ആരൊക്കെ വരുകയും പോവും എന്ത് വേണം ചെയ്തോട്ടെ, പക്ഷെ അച്ഛനൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. ബാലേന്ദ്രൻ പറഞ്ഞു, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം. ദേ നെടുമ്പരയ്ക്കൽ വീടാ. നെടുമ്പരയ്ക്കൽ വീടും ബാലേന്ദ്രൻ്റെ വീടാ. ഇവിടെ എന്ത് നടക്കണം എന്ത് ചെയ്യണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. നീ പേടിക്കണ്ട. നിന്നെ ഇവിടുന്ന് ആരും കയ്യെ വന്ന് പിടിച്ചിറക്കി വിടുമൊന്നും ഇല്ല. അതിനുള്ള ആണത്തോളം ഒറ്റ എഴുത്തനും കൈതയ്ക്കൽ മാളി വീട്ടിലില്ല. അവർ വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ തൻ്റെ പിസ്റ്റളൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് തോഴ്ത്തുടച്ച് വൃത്തിയാക്കി വെച്ചു. അങ്ങോട്ട് വരട്ടെ എല്ലാവന്മാരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അറ്റ കൈ പറയാൻ താൻ നടത്തും. തൻ്റെ വീട്ടിൽ വന്ന് അതിക്രമിച്ച് കയറിയവരെ തനിക്ക് എന്ത് ചെയ്യണമെന്ന് നന്നായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ മനസ്സിൽ കരുതി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3-4 വണ്ടി ആൾക്കാർ അങ്ങോട്ട് വരുവാണ് നെടുമ്പൊരിക്കൽ വീട്ടിലേക്ക്. കമല സഹിതമുണ്ട്. കമല, രാജീവന്, ശിവശങ്കരന്, അവരൊക്കെ വന്നേക്കുന്നത് ദുബായിൽ നിന്നും അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാജീവൻ എന്തോ ഒരു വാശി പോലെയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമായി. ബാക്കി ബന്ധുക്കാരും അമ്മാമാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും പ്രശ്നം പരിഹരിക്കാനായിട്ട് വന്നു. മക്കളെ വിളിച്ചു. എല്ലാവരും വന്നപ്പം വൈജയന്തിയോട് പറഞ്ഞു, അതെ നിന്റെ ഭർത്താവ് എന്തിയെ ബാലേന്ദ്രൻ, അവനെയും കൂടെ വിളിക്ക് എന്ന് പറയണം. അലീന ഈ സമയത്ത് മുറിയിലുണ്ടായിരുന്നു. അലീനയ്ക്കാണെങ്കിൽ നല്ല സങ്കടമായി. ഇനി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ആ ഒരു വിഷമം അലീനയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. ബാലേന്ദ്രൻ കണ്ട അവരെയല്ല. അങ്ങനെ ബാലേന്ദ്രൻ ഇറങ്ങി വന്നപ്പോഴത്തേനും ശിവശങ്കരൻ പറഞ്ഞു, എന്താ ബാലേന്ദ്രൻ ഇതൊക്കെ? വൈജ വിളിച്ച് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല നിനക്കിത് എന്തു പറ്റിയത്? ഒരു വേലക്കാരിക്ക് വേണ്ടിയിട്ട് നീ ഞങ്ങളുടെ പെങ്ങളെ ഇതുപോലെ ഈ വീട്ടിലിട്ട് കണ്ണീര് കുടിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവള് വിളിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം ഞങ്ങൾ ആങ്ങളമാരല്ലേ, അതൊക്കെ കണ്ടും കേട്ടുന്നില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ നിങ്ങളുടെ പെങ്ങളൊരു കാര്യം പറഞ്ഞെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ കേട്ട പാടി കേൾക്കാത്ത പാടി ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്യണ്ടേ. ആ സമയം രാജുവും പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് തന്നെയാണ്. ഇവിടെ അലീന എന്ന് പറഞ്ഞൊരു ജോലിക്കാരിയുണ്ട്. അല്ല നീ എന്തിനാ ബാലേന്ദ്ര, നിനക്ക് മക്കളില്ലാഞ്ഞിട്ടാണോ? പെൺമക്കളുണ്ട്, ആണിന് ആണുണ്ട്. പിന്നെ നീ അവളെ ദത്തെടുത്ത് എന്തിനാന്ന് ചോദിച്ചു. അവളിവിടുത്തെ വെറും ജോലിക്കാരി മാത്രമല്ലേ, അല്ലാതെ നിന്റെ മകളൊന്നും അല്ലോ എന്ന് പറയണം. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇത് നെടുമ്പൊരിക്കൽ ബാലേന്ദ്ര വീടാ. ഇവിടെ ആരൊക്കെ വേണം വേണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ദത്തെടുക്കാതിരിക്കുകയോ ചെയ്യേണ്ടേ അതെൻ്റെ ഇഷ്ടം. അത് ഞാൻ തീരുമാനിക്കും. അതിപ്പോൾ നിങ്ങളാരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും രാജുവിൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും ബാലേന്ദ്ര? ഞങ്ങളുടെ ഒരു കൊച്ചിനെയല്ലേ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ ജീവിതം സേഫാക്കുക എന്നുള്ള ഞങ്ങളുടെ കാര്യമല്ലേ. അപ്പം പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഇവിടെ നടന്നുകൂടാ. അതൊക്കെ പലയിടത്തും നടക്കുന്ന കാര്യമാണോ? നാട്ടുകാരറിഞ്ഞ് എന്ത് പറയും? ബാലേന്ദ്രന് ചേരുന്ന കാര്യമാണോ? അത് മാത്രമല്ല ഏതോ ഒരു ഹോം സ്റ്റേ കൊണ്ടുപോയി അവളുമായിട്ട് 2-3 ദിവസം താമസിക്കുക. ഇതൊക്കെ പുറത്തിറങ്ങിയ നാണക്കേടല്ലേ, ആൾക്കാരൊക്കെ എന്ത് പറയും? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഓ നാണക്കേട്, അതെന്താ കൈതയ്ക്കൽ മാളി വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലോ? അത് നെടുമുടിക്കൽ ബാലേന്ദ്രൻ ഈ പറഞ്ഞ നാണക്കേടൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അതേസമയം രാജുവൻ പറഞ്ഞു, ഇതേ ബാലേന്ദ്ര വെറുതെ കണ്ണടച്ച് ഇരുട്ടാതൊക്കെ നോക്കരുത്. ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കി ബാലേന്ദ്രൻ ഒറ്റ എഴുത്തനാ. വെറുതെ എന്തിനാ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ആ സമയത്ത് ബാലേന്ദ്രൻ അലീനയും കൂടി വിളിച്ചു. അലീന അങ്ങോട്ട് വന്നു. അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതേ ഈ നിൽക്കുന്നതാണ് നിങ്ങൾ പറയുന്ന അലീന. ഇവളെൻ്റെ മകളാണ്. ഞാൻ ദത്തുപുത്രയായിട്ട് എടുത്തേക്കുന്ന ഇവളെൻ്റെ മകളാ. എൻ്റെ മക്കൾക്കുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഇനി ഇവൾക്കും ഈ വീട്ടിലുണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാജുവും പറഞ്ഞു, നിനക്കെന്താ ബാലേന്ദ്ര വട്ടായെന്ന് ചോദിക്കുകയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, അതെ
എനിക്ക് തൽക്കാലത്തേക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ ഇത് പറയുന്ന നിങ്ങളൊക്കെ ഒരു പമ്പര വിഡ്ഢികളാന്ന് പറയണ. ആ സമയം രാജുവും ചോദിച്ചു, പമ്പര വിഡ്ഢികളോ? ആര് പമ്പര വിഡ്ഢികളാന്ന് പറയണേ? അല്ല, ഈ പറയുന്ന രാജീവനും അതുപോലെ തന്നെ മറ്റുള്ളവരും. ഇതേ ബാലേന്ദ്ര സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയണം. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഇത്ര സമയം ഞാൻ സൂക്ഷിച്ച് തന്നെ സംസാരിച്ചേ. ഇത് എൻ്റെ വീടാണ്, കൈതയ്ക്കൽ മാളി വീടല്ല. നെടുമ്പൊരിക്ക ബാലേന്ദ്രമേനോൻ്റെ വീടാ. ഇവിടെ നിങ്ങൾ വന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തിയിട്ട് പോകാൻ നോക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു. പക്ഷെ രാജുവും വിട്ടില്ല. രാജുവും പറഞ്ഞു, ദത്തുപുത്രയാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കണേ എന്തിനാന്ന് ഞങ്ങൾക്കറിയാം. ആർക്കൊന്നും മനസ്സിലാവുന്നില്ല വിചാരം അല്ലേന്ന് ചോദിച്ചിട്ട് ഒരു വൃത്തിയായിട്ട വാക്ക് അങ്ങോട്ട് പറഞ്ഞു തീരുവല്ല. കാരണം പോത്തി ഒറ്റ ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ് രാജീവിൻ്റെ. അത് അയാൾ ചോദിച്ച് വാങ്ങിയതാണ്, കുറച്ച് നേരത്തെ കിട്ടണ്ടായിരുന്നു. എന്താണ് നീ പറഞ്ഞേ? എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് എന്നെ അനാവശ്യം പറയുന്നോ? കടന്നു പോയിക്കോണം, ഒരു നിമിഷം പോലും കണ്ടുപോയേക്കല്ലെന്ന് പറയണം. അപ്പോഴേക്കും ശിവശങ്കരനൊക്കെ ഞെട്ടിപ്പോയി. എല്ലാവരും ചാടി എഴുന്നേറ്റു. വൈജയന്തിയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് നെടുമ്പുരയ്ക്ക് ബാലേന്ദ്രൻ്റെ വീടാ, അല്ലാതെ കൈതയ്ക്കൽ മാളി വീടല്ല. കൈതയ്ക്കൽ മാളി വീട്ടിൽ കിടന്ന് കുരയ്ക്കുന്ന പോലെ ഇവിടെ വന്നിരുന്ന് കുറച്ചാണ്ടല്ലോ ബാലേന്ദ്രൻ്റെ തനി സ്വരൂപം അറിയും. കാണിച്ചു തരാം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പോയി പിസ്റ്റളും കൊടുത്തു. ഇത് കണ്ടല്ലോ, ഇത് വെച്ച് രണ്ടെണ്ണം തന്നാണ്ടല്ലോ വീട്ടിൽ അതിക്രമിച്ച് കയറി അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന്. അപ്പം പിന്നെ ആർക്കാ പോകുന്നത്? എനിക്കൊന്നും പോവാനൊന്നും ഇല്ല. ഇതൊക്കെ കേട്ടിപ്പോൾ അലീനയ്ക്കൊക്കെ ഭയങ്കര ടെൻഷനായി. അലീന ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വേണ്ടച്ചാന്നൊക്കെ പറയാണ്. എന്നിട്ട് പറഞ്ഞു, നീ നിൽക്കുന്ന എൻ്റെ മകളാ, ഇനി ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാന്ന് പറഞ്ഞു ഒറ്റ എണ്ണം ഇങ്ങോട്ട് കയറിയേക്കല്ലേ. ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ പെങ്ങടെ വാക്ക് കേട്ടിട്ട് ദുബായിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വന്ന വഴി തന്നെ പോയിക്കോണം. അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കണം. പക്ഷേ ഇനി മേലാൽ ഇവിടെ വന്ന് ഇങ്ങനെ ഷോ കാണിക്കാൻ നിന്നാണ്ടല്ലോ ബാലേന്ദ്രൻ ആരാൻ തിരിച്ചറിയും. നിങ്ങളൊക്കെ വന്ന് കിടന്ന് എത്ര ഷോ കാണിച്ചെന്ന് പറഞ്ഞാലും എൻ്റെ മകളെ ഞാൻ ഒരിടത്തേക്കും പറഞ്ഞു വിടാൻ പോകുന്നില്ല. അവൾ എൻ്റെ മകളാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? അതും പറഞ്ഞ് അലീനയെ ചേർത്ത് പിടിച്ചു. മേലാൽ ഇത്തരം കാര്യം പറഞ്ഞ് ഈ പഠിക്കാത്തേക്ക് ഒറ്റ എണ്ണം കടന്നു പോയേക്കല്ലേ. കടന്നു പോയിക്കണമെന്നും പറഞ്ഞിട്ട് എല്ലാത്തിനെയും ആട്ടി അകറ്റുവാണ്. വൈജയന്തിയൊക്കെ ഞെട്ടി ധരിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. പിന്നീട് അലീനയെ ചേർത്ത് പിടിച്ച് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ വല്ലാത്ത പകപ്പോടെ ഇവിടെ നിൽക്കുക. അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല. രാജീവിന് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്. സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. എന്താണെങ്കിലും ഇത്രയും നാളത്തെ അഹങ്കാരമായിരുന്നു രാജീവിന് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.